ഇന്ദ്രജിത്തിനെ പലപ്പോഴേ ഈ അണ്ടർ യൂസ്ഡ്, അതായത് ഇനിയും ഉപയോഗിക്കപ്പെടാത്ത അല്ലെങ്കിൽ ഇനിയും കഴിവിനനുസരിച്ച് വേഷങ്ങൾ കിട്ടാത്ത അങ്ങനെ തോന്നാറുണ്ട്. മല്ലികമ്മയ്ക്ക് ഇന്ദ്രജിത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് അല്ല, ഇന്ദ്രൻ അസാധ്യ ആർട്ടിസ്റ്റാണ്. കാരണം അവനെല്ലാം ചെയ്യും, കോമഡിയും സീരിയസും ഒക്കെ. ഞാൻ ഖത്തറിൽ പോകുമ്പോൾ എല്ലാവരും അവിടെ എല്ലാവർക്കും ഇന്ദ്രനെ വലിയ കാര്യമാണ്. കാരണം ഇന്ദ്രൻ എൻ്റെ കൂട്ട് കുറച്ച് ചിലപ്പം കൂടല്ല, രാജുവിൻ്റെ കൂട്ട് മിണ്ടാതിരിക്കത്തില്ലല്ലോ. അയ്യോ, ആരെങ്കിലും വഴിയെ കിട്ടാൻ അയ്യോ എങ്ങോട്ട് പോകുന്ന പോലെ അങ്ങ് തുടങ്ങും. രാജു നേരെ തിരിച്ചാ, നമ്മൾ അങ്ങോട്ട് കയറി പറയണം, ഞാൻ അതുവരെ ഇത് പോയിട്ട് അങ്ങനെ ആട്ടെ. ഇതാണ് രണ്ടിനെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോഹയിൽ പോകുമ്പോഴെല്ലാം ഇങ്ങനെ ചോദിക്കും. ഞാനവിടെ ആയിരുന്നു കുറേ കാലം താമസം. എനിക്ക് ഹോട്ടലുകൾ 6-7 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. സ്പൈസ് ബോട്ട് 6 ബ്രാഞ്ച് ഉണ്ടായിരുന്നു, 6 ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന സമയത്തെല്ലാം ചേച്ചിയോ ഇന്ദ്രയോ പാവോ ഞങ്ങൾക്ക് മറുപടി അയച്ചു. അപ്പോൾ അവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, വലിയ കാര്യമാണ്. പിന്നെ ഇന്ദ്രനെ ആസ് ആൻ ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം. ഇന്ദ്രൻ എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത്, കോമഡി ആയാലും മറ്റേതായാലും. ഇപ്പോൾ ഈ അമർ അക്ബർ ആൻ്റണിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ പരിഹാരം പ്രതിവിധി നാളെ ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഡയലോഗുകളൊക്കെ ഇപ്പോഴും ഏറ്റു പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നവരുണ്ട്. ഇന്ദ്രൻ നല്ല ആർട്ടിസ്റ്റാണ്, ഈ പറയുന്നത് കറക്റ്റാണ്. കാരണം ഇന്ദ്രനെ ഏത് തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതിനെ പറ്റി ഒരു വിശദമായ ചിന്തയോ ചർച്ചയോ വരാത്തതിൻ്റെ കാരണം ഇന്ദ്രൻ തുടക്കം മുതലേ എല്ലാ വേഷവും ചെയ്യും. ചെറിയ വില്ലൻ വേഷം, ക്യാരക്ടർ വേഷം, നായക വേഷം എല്ലാം ചെയ്തു. രാജു കയറിയത് നന്ദനത്തിലാണ്. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് രാജുവിന് നന്നായിട്ടുണ്ടായി. നല്ലൊരു പടത്തിൽ ഹീറോ ആയിട്ട് വന്നു എന്നൊക്കെ ഉള്ളത്. ഇന്ദ്രൻ എല്ലാം കഴിഞ്ഞ് ഹീറോ ആയിട്ട് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും 2 ഹീറോയിലുള്ളതിനകത്ത് ഒന്ന്, പിന്നെ അല്ലെങ്കിൽ ഒരു നല്ല ക്യാരക്ടർ, ഇത് ഇങ്ങനെ അമ്മാവൻ്റെ ഇങ്ങനെ ഒരുപാട് വേഷങ്ങൾ അവന് വരും ഇപ്പം. പക്ഷേ ഹീസ് വെരി ബിസി. കാരണം അവനിപ്പം അനുരാഗ് കശ്യപിൻ്റെ ഹിന്ദിയിൽ ഹീറോ ആണ്. പിന്നെ ഇതായിട്ട് തെലുങ്ക് ഒരു വെബ് സീരീസും തമിഴ് വെബ് സീരീസും ഇതിനിടയ്ക്ക് ട്രിഷയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അതിങ്ങനെ കുറെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, എല്ലായിടത്തും അങ്ങ് തിരക്കാ. 3 ചെറുമക്കളെ പറ്റി കൂടി ചോദിച്ചോട്ടെ. ഈ അലങ്കൃത അച്ചമ്മയുമായി എത്ര അടുത്ത് നിൽക്കുന്നു? അലങ്കൃത അച്ചമ്മയുമായിട്ട് അടുത്ത് നിൽക്കുമായിരുന്നു ഇവിടെ താമസിക്കുന്നിടം വരെ. ഇപ്പൊ അദ്ദേഹത്തിന് ഏതാണ്ട് ടെസ്റ്റ് എഴുതിയപ്പോൾ ഏതാണ്ട് അംബാനിയുടെ സ്കൂളിലെങ്ങാണ്ട് അഡ്മിഷൻ കിട്ടി അങ്ങ് പോയി. ഞാൻ വേണമെങ്കിൽ പറഞ്ഞു, പിന്നെ ഇപ്പൊ അവിടെ പഠിച്ചില്ലെങ്കിൽ അവിടെ പഠിച്ചവരാണോ ഇവിടെ ലോകത്തിലെ മഹാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ സങ്കടം പറയുന്നതാണ്, അല്ലാതെ കുറ്റപ്പെടുത്തല്ല. അപ്പം ഞാനിങ്ങനെ പിള്ളേരെ കാണാനൊക്കാത്തൊരു പ്രയാസം എനിക്കുണ്ട്, അലങ്കൃതയൊക്കെ. അപ്പം ഞാൻ പറയാം, എത്രയോ വലിയ മിടുക്കന്മാർ ലോകമെമ്പാടും കിടക്കുന്നവരൊക്കെ മലയാളികളാണ്. അയ്യോടാ, അത് ശരി, അവരൊക്കെ ഇപ്പം ഈ സ്പേസിൽ പോയവർ വരെ അമ്പാനിയുടെ സ്കൂളിൽ പഠിച്ചണം, അമ്പാനിയുടെ സ്കൂളൊക്കെ ഇപ്പം വന്നതല്ലേ. അപ്പം അതിനു വേണ്ടി നീ കുഞ്ഞിനെ അപ്പം പറയും, ഇല്ലമ്മേ ഇനി വരും. ഇപ്പോൾ കുറേ വർക്കുകളൊക്കെ ബോംബെയിലല്ലേ, അതൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഒരു വീട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു സംഭവം, അതിപ്പം അങ്ങോട്ട് മാറിയിട്ടില്ല. ശരിക്കും ഞാൻ ആദ്യം ഒരെണ്ണം വാങ്ങിച്ചാൽ അത് കൊടുത്തേച്ചാൽ പുതിയതായിട്ട് വാങ്ങിക്കാൻ നിൽക്കുന്നതൊക്കെ അത് സെപ്റ്റംബറിലാവും. അപ്പം അത് ഒക്കെ സ്വാഭാവികമായിട്ടും സുപ്രിയയ്ക്കും ഇഷ്ടമാണ്. പുള്ളിക്കാരി അവിടെ അല്ലേ ജീവിച്ചതുമൊക്കെ. അപ്പം അവിടെ ഒരു ഫ്ലാറ്റ് ഇരിക്കട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ചു. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൂടെ കുഞ്ഞിനെ അവിടെ ഒറ്റയ്ക്ക് അമ്മയെ കൊടുത്തിട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ചേർത്ത്. പിന്നെ ചേർത്തത് ഇങ്ങനെ ഒരു സ്കൂളാണ്, ഇനി എന്തുവാ ഏതാന്നുള്ളത് അവർക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഇവരെൻ്റെ ഇവിടെ ഉണ്ട്, പ്രാർത്ഥനയും നക്ഷത്രയും. ഇപ്പം പ്രാർത്ഥന ഇപ്പം ഇവിടെ ആണല്ലോ, 2 പേരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അവരെ കാണാം. അലങ്കൃത ഫോണിൽ കൂടെയുള്ള വിളിയേ ഉള്ളൂ, ഹായ് അച്ചമ്മ, ഇത് തന്നെ. ആ കുഞ്ഞിനെ കണ്ടിട്ട് കുറച്ച് കാലമായി. പ്രാർത്ഥനയുടെ പാട്ട് കോമ്പോസിഷൻ അതൊക്കെ കേൾക്കാറുണ്ട്. അയ്യോ, അത് കേൾക്കും. അത് പിന്നെ അവൾ അതിനകത്തൊരു ഈ പറഞ്ഞതിൻ്റെ രാജുവിൻ്റെ ഡയറക്ഷൻ പോലെ പണ്ട് ജസ്റ്റിൻ ബീബർ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പം അവളെ തപ്പിയെടുത്തോണ്ട് വരണം നമ്മൾ പിയാനോയിൽ നിന്നും. ഏതു നേരവും ഒരു മുറിക്കകത്തിരുന്ന് പിയാനോയും ഗിറ്റാറും പാട്ടും ഇത് തന്നെ. ഈ സിനിമ റിലീസ് ആവുന്ന തന്നെ അന്ന് 6 മണി ഷോ കാണുമോ? എന്തായിപ്പോ നമ്മളെ ഇടിച്ച് താഴെ ഇടുവോ വല്ലവരും ഒക്കെ? അതാണ് പേടി. ബാക്കിയെല്ലാം കൊള്ളാം. കാരണം അവിടുത്തെ തിരക്കിൽ അതിപ്പോൾ ഈ പടം തന്നെ ആരുടെ പടം വരുമ്പോൾ ഈ ഫസ്റ്റ് ഷോയ്ക്ക് ഒരു ബഹളം, ഫാൻസിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. ഇത് പിന്നെ പോരാങ്കിൽ മോഹൻലാൽ പടം, രാജുവിനും ഉണ്ട് കുറേ പിള്ളേർ, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേ എന്തായി പോകുന്നൊരു പേടിയുള്ളൂ. ഏതായാലും നാളെ വരും രാജു, വന്നിട്ട് ചോദിച്ചിട്ട് എവിടെങ്കിലും ഒരു തിയേറ്ററിൽ കാണും. ഇപ്പം ഇവരുടെ കൂടെ ഇരുന്ന് കണ്ടില്ലെങ്കിൽ വേറൊരു തിയേറ്ററിൽ പോയി കാണും ഞാൻ പടം. 27 തന്നെ കാണും. പൃഥ്വിരാജിന്റെ ഒരു അധ്വാനം ഉണ്ടല്ലോ മാം. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് കൈ കിട്ടിയിട്ട് അദ്ദേഹം 6-8 മാസം ഒരു സ്ക്രിപ്റ്റിന്റെ മേലെ മെനക്കെട്ടിരിക്കുന്നു. ഒരു ലാപ്ടോപ്പും ഒരു കുറച്ച് പേപ്പറും ഒരു പേനയും പിടിച്ചിരിക്കുന്നു. അദ്ദേഹം അതിന് കൊടുക്കുന്ന എഫേർട്ടും കൂടിയാണല്ലോ നമ്മൾ ഈ സിനിമയുടെ അകത്ത് കാണുന്നത്. അത് നിരന്തരമായിട്ട് അദ്ദേഹം ചെയ്യുന്നത്. ഇത് അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആദ്യം ലൂസിഫർ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ദിവസം എൻ്റെ കൂടെ നിന്നായിരുന്നു. അപ്പോൾ രാത്രിയിൽ നമ്മുടെ മുരളി ഗോപി അതിൻ്റെ അടുത്താണ് താമസം. അപ്പോൾ അവർ രണ്ടും കൂടെ വന്ന് ഇങ്ങനെ കുറച്ച് ദിവസം ഇതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവനറിയാം ഞാനൊരു 10-10:30 കിടക്കുന്ന ആളാണ്, ഫോണൊക്കെ സൈലൻറ്റിൽ ഇട്ട് വെച്ചിട്ട്.
അപ്പോൾ ആ മോൻ തന്നെ പറയും, അമ്മ എന്തെങ്കിലും ഒരു ഫ്ലാസ്കിനകത്ത് ബ്ലാക്ക് ടീ, ഒന്നിനകത്ത് ബ്ലാക്ക് കോഫി, ഇങ്ങനെയൊക്കെ അമ്മ വെച്ചേച്ച് അമ്മ കിടക്കാമ്മേ എന്ന് പറയും. അപ്പം ഞാൻ പറയും, മോനെ ഇപ്പം ഞാൻ ഇച്ചിരി ലേറ്റ് ആവാൻ ഇന്ന് എനിക്ക് ഈ പറഞ്ഞതിൻ്റെ വിട്ട മുരളിയും വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളുടെ മകനെന്ന് ഒരു മാത്രമല്ല, മിടുമിടുക്കനായ ചെറുപ്പം, നല്ല എല്ലാ കഴിവുമുണ്ട്. എഴുത്തിന് എഴുത്ത്, സംസാരത്തിന് സംസാരം. അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ നമ്മൾ ശീലിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ വാക്കിൽ വരുന്ന വാചകങ്ങളുടെ ഒരു മാന്യത എന്ന് പറയുന്നത്. അപ്പം അന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിതുപോലെ പറയും, എൻ്റെ ദൈവമേ. അത് കഴിഞ്ഞപ്പോൾ എമ്പുരാൻ ഞാൻ പറഞ്ഞു, ആരും ഒരു വർഷത്തേക്ക് ഇനി രാജുവിനെ വിളിക്കരുത്, ശല്യം ചെയ്യരുത്. കാരണം അവന് ഉറക്കമേ ഇല്ല. എല്ലാം കഴിഞ്ഞ് 10-11 മണിയാകുമ്പോഴാണ് അവൻ്റെ ലോകത്തേക്ക് പിന്നെ കയറണ്ടേ. അപ്പോൾ വിളിക്കുമ്പോൾ മറ്റേ സൂമിൽ മീറ്റിങ്, മറ്റത് മറിച്ചത്. ഇതൊരമ്മ മനസ്സിലാക്കി നിൽക്കുന്ന പോലെ എല്ലാവരും നിൽക്കത്തില്ല. അപ്പോൾ ചിലപ്പോൾ സങ്കടം പറയാം, ഇവിടെ രാജു കണ്ടില്ലല്ലോ ഉണ്ണാന്നൊക്കെ ചോദിക്കും. പക്ഷേ നമുക്കറിയാം ഊണല്ല പ്രധാനം. അച്ഛ അത് തന്നെ സുഖമായിട്ടിനും ഒരു പടത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ മനുഷ്യനിവിടെ അടിയും കൊണ്ട് നമുക്ക് പിന്നെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെയായിരുന്നു, അടിയുണ്ടോ ആര്, ക്ലൈമാക്സ് ഫൈറ്റ് എടുക്കുവാടി, മനുഷ്യൻ തളർന്നിരിക്കുക, നാളെ രാവിലെ സംസാരിക്കുക. ഇത് തന്നെ അദ്ദേഹം പറയാം. അപ്പോൾ ഇതെനിക്ക് കേട്ട് ശീലമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും പാവം തളർന്നിരിക്കുകയാണ്. ഇത് കാരണം രാത്രിയിലൊരു ഫൈറ്റ് തുടങ്ങി ഒരു 7 മണി 7:30 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മണി 2:30 മണി വരെ പോവും. ശാരീരിക ക്ഷീണം എന്തോന്ന് വിചാരം എളുപ്പമാണോ ഇതൊക്കെ കെട്ടി തൂങ്ങി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നതൊക്കെ ചാടി മറിഞ്ഞ്. അത് ഇതിനകത്ത് എമ്പുരാനിൽ പറയായിരുന്നു, മോഹൻലാലൊന്നും ഒരു ഡ്യൂപ്പ് പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് എന്നാലും ലാലു എനിക്ക് തോന്നുന്നു അപ്പോഴും ചിരിച്ചുകൊണ്ട് എന്താ മോനെ എന്ന് ചോദിക്കുന്ന ആളായിരിക്കും. അയ്യോ രാജുവിനെയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ എന്താ ഞാൻ വിളിക്കാമേ, നാളെ വിളിക്കാമേ, അത് തീർന്നു, അവിടെ തീർന്ന കാര്യം. അപ്പം പിന്നെ അത് അറിഞ്ഞ് നമ്മൾ നിൽക്കണ്ടേ എന്ന് പറയുന്ന പോലെ ഈശ്വര അവൻ എന്തും മാത്രം ഇതിനകത്ത് മുങ്ങിക്കിടന്നു എന്നുള്ളത് എനിക്കറിയാം. അത് ഒരു പക്ഷേ മുരളിയോട് ചോദിച്ചാൽ മുരളിയും പറയും. രാജു ഒരു ജോലിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 100% രാജു അതിലങ്ങ് നീന്തി തുടിക്കുന്ന ആളാണ്. ഇരുന്നു അവൻ്റെ ലാപ്ടോപ്പിലിട്ടു, അത് പിന്നെയും വായിച്ചു നോക്കി, ഇങ്ങനെ അത് എന്താ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാലോ അവിടെ എന്തെടുക്കുക, ഇവിടെ എങ്ങനെ എടുക്കുക. ഇത് സുജിത്ത് എന്നോട് പറയും, എൻ്റെ പൊന്നെ ചേച്ചി സുജിത്ത് വാസ് എൻ്റെ ക്യാമറ. ഞാനെപ്പോഴും പറയും, അയ്യോ സുജിത്തെ നന്നായി, അയ്യോ നന്നായിരിക്കാതെ എന്ത് ചെയ്യും, ചേച്ചിയുടെ മോൻ പറയുന്നതല്ല അതുപോലെ എടുത്ത് കൊടുക്കല്ലേ എന്നൊക്കെ സുജിത്തും. അതുപോലെ സുജിത്തും എടുക്കാനായിരുന്നാലും പുള്ളിയൊക്കെ പറയും. ഇത് അതുവരെ രാജുവിന് നല്ല തറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും നമുക്കൊരു കോംപ്രമൈസ് ചെയ്യാനൊക്കത്തില്ല. എമ്പുരാന്റെ മൊത്തം ഒരു കുടുംബം പോലെയല്ലേ? ആ ശരി, അത് സത്യം. ഒരു കുടുംബം എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എല്ലാവർക്കും തമ്മിൽ കല എപ്പോഴും പണ്ട് ഞാൻ പറയാം, കലേ സീനൊക്കെ തന്നോ, ഞാൻ ചോദിക്കത്തില്ല, ഡയറക്ടറോട് കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ്. അപ്പം കല ചിരിക്കും. ഞാൻ പറയും, എൻ്റെ കുഞ്ഞെ എല്ലാം വാങ്ങിച്ചറിഞ്ഞ് തന്നാൽ ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് രാവിലെ വിഷമിപ്പിക്കണ്ട, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് ഞാൻ രാവിലെ 9:30 മണിക്ക് വിത്ത് കോസ്റ്റ്യൂം അവിടെ കാണുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലും. അവൻ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ ചെല്ലും. എനിക്കറിയില്ലെങ്കിൽ അവൻ്റെ ടെൻഷൻ ഒന്നില്ലേ അമ്മ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആകുമൊത്ത്. അപ്പോൾ അത് വേണ്ട. അപ്പോൾ എന്ന് പറയുന്നതിൽ അവരൊരു കുടുംബം പോലെയാണിപ്പോൾ. അതിൻ്റെ ഈ പറഞ്ഞിട്ട് തറവാട്ട് കാർന്നവർ ഉണ്ട്. മോഹൻലാൽ ഈ തറവാടിൻ്റെ എല്ലാ കാര്യങ്ങളും കാർന്നവർക്കും ബാക്കിയുള്ളവർക്കും വേണ്ടി നോക്കുന്ന ഏറ്റവും വലിയൊരു കാര്യസ്ഥനുണ്ട്, ശ്രീ ആൻ്റണി പെരുമ്പാവൂർ. ഇവരൊക്കെ കൂടെ അതൊരു വലിയ കുടുംബമാക്കി എടുത്തിരിക്കുക. അങ്ങനെ തന്നെ ഈ സ്നേഹം ഞങ്ങളൊക്കെ മരിക്കുന്നിടം വരെ അങ്ങോളം നിലനിൽക്കട്ടെ. സത്യം കാരണം എനിക്ക് ഇതൊന്നും ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തെറ്റി പോകുന്നു എനിക്കതൊക്കെ വലിയ വിഷമമാണ്. കാരണം അത്രയ്ക്ക് സ്നേഹിച്ചിട്ടാണ് അവരൊരു കുടുംബം പോലെ നിൽക്കുന്നത്. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, എൻ്റെ സ്വന്തക്കാരോടും ബന്ധക്കാരോടും ഈവൻ മരുമക്കളോട് പോലും പറയും. ഞാൻ പറയും അതിനെ പറ്റിയിട്ടുള്ള സംസാരങ്ങൾ. കാരണം അവനറിയാവുന്നത്ര ഇവർക്കൊന്നും അറിയത്തില്ല.